ഇനി മുതൽ അടുപ്പിൽ നൂതി കഷ്ടപ്പെടണ്ട. കാരണം നമുക്ക് പുതിയ ഗ്യാസ് സ്റ്റവ് ഒക്കെ ആയിട്ടുണ്ട്. അതും പറഞ്ഞ് നമുക്ക് അടുപ്പിനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അടുപ്പുണ്ടായി കഴിഞ്ഞല്ലേ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഉണ്ടായേ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അടുപ്പുണ്ടാക്കിയതും പിന്നെ ഗ്യാസ് സ്റ്റവ് ഉണ്ടാക്കുന്നതും. പോളിട്ടപ്പോ ഗ്യാസ് സ്റ്റവ് സിലിണ്ടർ വിന്നായപ്പോ തൊട്ട് എല്ലാരും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് അറിയാം. പക്ഷേ സ്റ്റവും ഗ്യാസ് സിലിണ്ടറും ഒരുമിച്ച് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം അത്യാവശ്യം നീണ്ടൊരു പ്രോസസ്സായിരുന്നു ഈ ഗ്യാസ് സ്റ്റവ് ഉണ്ടാക്കല്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഗ്യാസ് സ്റ്റവ് ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് സിലിണ്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ സ്റ്റൗവിനും ഗ്യാസ് സിലിണ്ടറിനൊക്കെ ശേഷം അടുത്തതിന് എന്താ ഉണ്ടാക്കണ്ടെന്ന് വേഗം കമന്റ് ഇട്ടോ. നിങ്ങൾ കമന്റ്സ് ഒക്കെ ഇട്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേണം എനിക്ക് പോൾ ഇടാൻ. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കോപ്പിനെ പറ്റി സംസാരിച്ചേ ഉള്ളൂ. അന്ന് തന്നെ നമ്മുടെ ക്ലേ വെച്ചുണ്ടാക്കിയ കുക്കറില്ലേ, അതിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയപ്പോ ദേണ്ടടാ ഇങ്ങനൊരു കമന്റ്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ കമന്റ് ഇട്ടപ്പോ നല്ല ചിരിയാണ് വന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാനലാണ് കടൽ ക്ലൗഡ് എന്നുള്ള ചാനല്. ഇതുവരെ ഞാൻ അതിൽ സോയിൽ ക്ലേ ഉപയോഗിച്ചിട്ട് ഒന്നും ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല. ഞാനും ആ കുട്ടിയും മലയാളം പറയുന്നതുകൊണ്ടാണോ ഇല്ലെങ്കിൽ മലയാളത്തിൽ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ടാണോ എന്തർത്ഥത്തിലാണ് ഇങ്ങനെയൊക്കെ വന്ന് കമന്റ് ഇട്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല. കാര്യം എനിക്ക് നല്ല കോമഡി ആയിട്ടാണ് തോന്നിയത്. അപ്പൊ നിങ്ങളും കൂടെ കാണട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ഈ കോപ്പിന്ന് എഴുതുന്ന 5 സെക്കൻഡിന്റെ പകുതി മതി എനിക്കതൊന്ന് റിമൂവ് ചെയ്ത് കളയാൻ. ആ ഒരു കമന്റിന് അർത്ഥം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെന്നാണെങ്കിൽ ഈ കമന്റ് ഇട്ടവരുടെ 5 സെക്കൻഡ് പോയത് മാത്രം മിച്ചം. ഇതൊന്നും അല്ലാതെ എന്തോരം കമന്റ്സ് ഇടാം. ഞാൻ ഈ ചെയ്ത സാധനത്തിന് ഫിനിഷിങ് പോരെന്നോ, അല്ലെന്നാണെങ്കിൽ ഇതിങ്ങനെ വെക്കണ്ടായിരുന്നോ, അങ്ങനെ എന്തെല്ലാം നല്ല നല്ല കമന്റ്സ് ഇടാം. അങ്ങനെയുള്ള കമന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിമർശനങ്ങളാണ്. അതൊക്കെ നമ്മൾ കേൾക്കാനും അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ബാധ്യസ്ഥയാണ്. ഇടയിൽ കൂടെ ഒരാൾ പോകുന്നുണ്ട്, നമ്മളെന്തോ രാജാവിന് വഴിമാറി കൊടുക്കേണ്ട അവസ്ഥയാണ്. നിങ്ങൾ ഇതിനു മുന്നേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ വീട്ടില് ഇത്രയും സ്ഥലം ഉണ്ടായിട്ടും ഞാൻ ചെയ്യുന്നതിന്റെ നടുക്കൂടെ തന്നെ സുപ്പ് കയറി പോകുന്ന എന്താന്ന് എനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനി ഈ ക്യാമറയെ പറ്റി യൂട്യൂബിനെയൊക്കെ പറ്റി വല്ല പിടികിട്ടുമെന്ന് അറിയില്ല. കാരണം മുഖം കാണിച്ചില്ലെങ്കിലും വാലെങ്കിലും കാണിച്ചിട്ട് പോവാറുണ്ട് ഇപ്പോ. അപ്പോ ഇതുപോലൊക്കെ വീഡിയോസ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞാൻ കുറച്ചു മുന്നേ കാണിച്ച പോലത്തെ കമന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചിലരുടെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇട്ടിട്ടങ്ങ് പോകുന്നതാണ്. കോപ്പി എന്താ, ഇൻസ്പിറേഷൻ എന്താ, ട്രെൻഡ് എന്താ, ഇതൊന്നും അറിയാത്ത ടീംസ് ആണത്. അന്ന് ഈ ഇൻസ്പിറേഷന്റെ കാര്യം പറഞ്ഞപ്പോ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. ഒരു സംഭവം ട്രെൻഡിലായിരിക്കുമ്പോൾ അതെല്ലാരും ചെയ്താല് അത് ട്രെൻഡിങ്ങിലുള്ള സാധനം ചെയ്തെന്നാവും. ഇൻസ്പയർഡ് ആയിട്ട് ചെയ്താൽ അതപ്പോ കോപ്പി ആവും കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. മീനിങ്സ് ഇല്ലാത്ത കമന്റിനെയൊക്കെ നമ്മൾ കോമഡി ആയിട്ട് ചുമ്മാ ഒരു റിപ്ലൈ കൊടുത്ത് അങ്ങ് തള്ളിക്കളഞ്ഞാൽ മതി. കേട്ടില്ലേ, സുപ്പു നിങ്ങളോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ ആയോ ഇല്ലയോ എന്നുള്ളതൊക്കെ കമന്റിൽ പറ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അത് തരൂലേ. ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് അയച്ചു തരുന്നവര് വൺ ടൈം അയക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ. These last few weeks have been exhausting. I'm lost in my imagination, and there's one thing